വെൽക്കം ബാക്ക് ടു ഐനസ് ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ. നമുക്കിന്നൊരു കുട്ടി വ്ളോഗാകാമെന്ന് വിചാരിച്ചു. നോർമലി ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വീഡിയോസ് മാത്രമായിട്ടാണ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് ചെയ്യുന്നത്. എങ്ങനെയുണ്ടാകുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പം ഇന്നൊരു സാരി വെച്ചിട്ട് അതിലൊരു കോട്ട് സെറ്റ് ചെയ്തെടുത്താലോ എന്നുള്ളൊരു കുഞ്ഞൊരു തോട്ടാണ്. അപ്പം വീഡിയോയിലോട്ട് കേട്ടോ. സാരി വരുന്നത് ഒരു മെറൂൺ കളറിലാണ്. ഇതാണ് കേട്ടോ സാരിയിൽ ഈ ഒരു ഡിസൈൻ എല്ലാ സ്ഥലത്തും വരുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ ഒരു കസവും നമുക്ക് വരുന്നുണ്ട്. അപ്പം ഈ ഒരു കസവ് മെയിനായിട്ട് വരുന്ന രീതിയിൽ നമുക്ക് കോട്ട് സെറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ആ താഴെ വരുന്ന കസവ് കട്ട് ചെയ്തിട്ടുണ്ട്. താഴ്വശമാണോ മുകൾ വശമാണോ എന്ന് കറക്റ്റ് നോക്കിയ ശേഷമാണ് നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കട്ടിങ് പെട്ടെന്നൊന്ന് കാണിക്കാം. അതുപോലെ തന്നെ ആ കട്ട് ചെയ്ത പോർഷൻ നമ്മൾ അറ്റാച്ച് കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അറ്റാച്ച് ചെയ്യുമ്പോഴും നമ്മൾ ആ ഒരു കസവിൻ്റെ ഡിസൈനും കാര്യങ്ങളും എങ്ങനെയാണ് വരുന്നത് നോക്കിയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്ത് തീർക്കുകയും ചെയ്തത്. അതുപോലെ തന്നെ ഒട്ടും വേസ്റ്റ് ആവാത്ത രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മൾ ആ ഒരു പടീനെ നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ആ ഒരു പടി ഇതുപോലെ നമ്മൾ 2 പീസായിട്ട് ഈ ഒരു പോർഷൻ വരുന്ന രീതിയിലും പിന്നെ ഈ എഡ്ജിൽ കുറച്ചൊരു വീതി കൂടിയ രീതിയിൽ ഈ ഒരു സെയിം സംഭവം തന്നെ വരുന്നത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം മാർക്കും ചെയ്ത് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് കട്ട് ചെയ്യുക, ലൈനിങ്ങും കൂടി അറ്റാച്ച് ചെയ്യുക. നോർമലി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന കണക്ക് തന്നെ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ നെക്കിൽ ഈ ഒരു പാറ്റേൺ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ നെക്കിൻ്റെ ഈ ഒരു വശത്ത് നമ്മളെ ബാക്കി വന്ന ആ ഒരു ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ അതും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. മാർക്ക് ചെയ്ത് വെച്ച ഇതിലൂടെ തന്നെ നമ്മൾ കട്ടും കാര്യങ്ങളെല്ലാം ചെയ്തെടുത്തിട്ട് നമ്മളെ ലൈനിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ കട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒരുമിച്ച് കട്ട് ചെയ്ത ശേഷം ഫ്രണ്ട് നെക്കിൻ്റെത് മാത്രം സെപ്പറേറ്റ് എടുത്ത് മാറ്റിയിട്ടാണ് നമ്മൾ നെക്ക് കട്ട് ചെയ്തത്. ആദ്യം തന്നെ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര കൊടുത്തിട്ടുണ്ട്. അതിലേക്കാണ് നമ്മൾ ഈ ഒരു പടി കണക്ക് അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സംഭവം അറ്റാച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഈ ഒരു രീതിയിൽ വരുന്ന രീതിക്ക് ഇങ്ങനെ വരുന്ന രീതിക്കാണ് കൊടുക്കുന്നത്. അപ്പം നമ്മളതിനെ കറക്റ്റ് കോണും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അവിടെ ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു നെക്ക് ലൈനും നമ്മളെ ഈ ഒരു പടീൻ്റെ ലൈനും ഒരേപോലെ വരുന്ന രീതിയിൽ ജസ്റ്റ് ഇടുന്നെടുത്ത് ഇവിടെ വരെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. സ്ലീവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ടോപ്പിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ ഒരു ഫുൾ ഔട്ട്ഫിറ്റിൻ്റെ വീഡിയോ ഒന്ന് കാണാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാവോ ഇല്ലയെന്നൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇതുപോലെ നമുക്ക് കുഞ്ഞു നമ്മൾ സാരി വെച്ചിട്ട് തന്നെ നമ്മൾ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് പുതിയ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഫൈനലി നമ്മളെ ഡ്രസ്സ് റെഡി ആയിട്ടുണ്ട്. കോട്ട് സെറ്റ് കണക്കെ തന്നെയാണ്, പാൻറ്റും ടോപ്പും മാത്രമായിട്ട് വരുന്ന രീതിയിൽ. അപ്പോൾ അതിൻ്റെ ഡിസൈൻ നെക്കിൽ ഇതുപോലെ കൊടുത്തു, താഴ്വശത്ത് വലിയൊരു കസവ് കൊടുത്തു, കയ്യിലും ചെറിയൊരു കസവ് കൊടുത്തു കേട്ടോ. ഇതിൻ്റെ നെക്ക് വന്നിട്ട് ഇതുപോലെയാണ് ചെയ്തത്. കയ്യിലും അതുപോലെ തന്നെ നമ്മൾ ഈ സെയിം ഡിസൈൻ നമ്മളിവിടെ കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈനിങ് മാത്രമാണ് എക്സ്ട്രാ വാങ്ങിച്ചുള്ളത്. ബാക്കിയെല്ലാം നമ്മൾ ഈ ഒരു സാരിയുടെ അകത്ത് തന്നെയാണ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലേസ് ആയാലും അതുപോലെ തന്നെ നമ്മുടെ പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയും തുണിയാണെങ്കിലും നമ്മൾ പഴയ ഒരു സാരി തന്നെയാണ് റീക്രിയേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. എക്സ്ട്രാ നമുക്കായത് നമ്മൾ പാൻറ്റിനും അതുപോലെ തന്നെ ടോപ്പിനും ലൈനിങ് എടുത്തിന് 4 മീറ്റർ ലൈനിങ് എടുത്തിന്. അതല്ലാണ്ട് വേറൊന്നും ഇതിനൊരു എക്സ്പെൻസോ അല്ലെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ വീട്ടിലുള്ള സാരികൾ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ സാരിയിലുള്ള ബോർഡേഴ്സ് ആണെങ്കിലും നമുക്ക് അത് വേണ്ട എന്നുള്ളവരാണെങ്കിലും നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള ഡ്രസ്സ് ചെയ്യണം എന്നുള്ളവരാണെങ്കിലും അതിൻ്റെ അകത്ത് നമുക്ക് എംബ്രോയ്ഡറി വർക്കോ അല്ലെങ്കിൽ ഹാൻഡ് വർക്ക് അല്ലെങ്കിൽ മ്യൂറൽ വർക്ക് അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പം ഈ ഒരു ട്രെൻഡിനനുസരിച്ച് പോകുമ്പം നമുക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ആരി വർക്കെല്ലാം നല്ല രീതിയിൽ മൂവ് ഓൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്രിൻ്റ്, അതായത് നമ്മുടെ എംബ്രോയ്ഡറി പ്രിൻ്റ് അല്ലെങ്കിൽ നമ്മുടെ പെയിൻറ്റിങ്സ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ ഡ്രസ്സിൻ്റെ അകത്ത് ഇപ്പം ഒരു ട്രെൻഡായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കോഡ് സെറ്റുകളിലേക്ക് നമുക്ക് ഇൻക്ലൂഡ് ആക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം ഇതുപോലുള്ള കുഞ്ഞു വീഡിയോസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.